ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ കഴിച്ചുകൂട്ടുന്ന മുത്തഖുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാചകം, അജബൽ ലി അംരിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതമാണ്. അവൻ എന്ത് ബാധിച്ചാലും അത് ഖൈറാകട്ടെ ശർറാകട്ടെ അത് അവന് അനുകൂലമാണ്. എന്തു ബാധിച്ചാലും അനുകൂലമാകുന്ന ഒരേ ഒരു വിഭാഗം മുഅ്മിനുകൾ മാത്രമാണ്. ഏതാനും മാസങ്ങളായി കേരളത്തിലെ മീഡിയകളും ചില സംഘടനകളും ഫാസിസ്റ്റ് ശക്തികളും ഒരുപോലെ രംഗത്ത് വന്നു. സലഫിയത്ത് ഏതോ ഒരു കോത്താമ്പിയാണ്, നമ്മളതിനെ പേടിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ തുടങ്ങി. കോത്താമ്പി നമുക്ക് എല്ലാവർക്കും അറിയാം, കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ഇതുപോലെ സലഫിയത്ത് എന്നത് ചിലർ കേട്ടിട്ടേയുള്ളൂ, ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ സലഫിയത്ത് അതിഭീകരമാണ്.
ഭയപ്പെടണം എല്ലാവരും അതിനെ എന്ന് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിയപ്പോൾ ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി, എന്താണ് ഈ സലഫിയത്ത്? ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് കായംകുളത്താണ്. അവിടെയും നല്ല ഒരു ജനക്കൂട്ടം ഒരുമിച്ച് കൂടി എന്താണ് ഈ സലഫിയത്ത് എന്ന് കേൾക്കാൻ. മാത്രമല്ല നമ്മുടെ നാട്ടിലെ എഴുത്തുകാരും ചിന്തകന്മാരും അന്വേഷിക്കാൻ തുടങ്ങി, എന്താണ് ഈ സലഫിയത്ത്? നല്ല ഒരു പബ്ലിസിറ്റി അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് ഈ സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടി. നമ്മുടെ മറുഭാഗത്തുള്ള എതിർകക്ഷികളോട് നന്ദി പറയുകയാണ് സലഫികൾ. ഇത്രയും വേഗത്തിൽ വലിയൊരു പബ്ലിസിറ്റി ഞങ്ങൾക്ക് നേടിത്തന്നതിന്. സലഫിയത്ത് എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ സലഫ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ആളുകൾക്കൊക്കെ പറയുന്ന പേരാണ് ഈ സലഫ്. എന്റെ വാപ്പ സലഫാണ്, എന്റെ വല്യാപ്പയും സലഫാണ്, വല്യാപ്പാന്റെ വല്യാപ്പയും സലഫാണ്. കഴിഞ്ഞുപോയ ആളുകൾ. അതിലൊരു വാക്കുകൂടി ഫിറ്റ് ചെയ്താൽ കൃത്യമായി സലഫു സ്വാലിഹ്, മരിച്ചുപോയ സ്വാലിഹീങ്ങൾ, സ്വാലിഹീങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയവർ. ആ കഴിഞ്ഞുപോയ സ്വാലിഹുകളെ പിൻപറ്റുന്നവർ, അവർക്ക് പറയുന്ന പേരാണ് സലഫികൾ. സലഫിയത്ത് എന്താണ്? സലഫി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി, കഴിഞ്ഞുപോയ സ്വാലിഹുകളുടെ, നല്ല മനുഷ്യരുടെ വഴിയെ പിന്തുടരുന്നവർ, അവരാണ് സലഫികൾ. ഇനി നമ്മുടെ വല്യാപ്പയെ പേടിക്കണമായിരുന്നോ, നമ്മുടെ വല്ലുപ്പ ഭീകരവാദിയായിരുന്നോ എങ്കിൽ ഇന്നുള്ളവരും ഭീകരവാദികൾ തന്നെയാകും, സംശയമില്ല. എന്റെ വല്യാപ്പ ഭീകരവാദിയല്ലേ എങ്കിൽ ഞാനും ഭീകരവാദിയല്ല. ആ വല്യാപ്പ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്വാലിഹായ വല്യപ്പ. എന്റെ വല്ലുപ്പമാരിൽ ചിലപ്പോൾ സ്വാലിഹല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെനിക്ക് ബാധകമേ അല്ല. സ്വാലിഹായ വല്ലുപ്പമാർ, ആ വല്ലുപ്പമാർ പോയി ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങെത്തും. ഖൈറുൽ ഖുറൂനിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങുന്ന സ്വഹാബികളടങ്ങുന്ന ആ സ്വഹാബികൾക്ക് ശേഷം ജീവിച്ച സച്ചരിതരായ താബിഉകൾ അടങ്ങുന്ന, അവരെ പിൻപറ്റിയ തബഉ താബിഉകൾ അടങ്ങുന്ന ഖൈറുൽ ഖുറൂൻ, ഉത്തമമായ തലമുറ. ആ തലമുറകളെ അനുധാവനം ചെയ്യുന്ന, സ്വാലിഹുകളെ അനുധാവനം ചെയ്യുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് സലഫി. പക്ഷെ ഇന്ന് ആ സലഫിയത്തിനെ പരമാവധി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. സലഫികൾ എവിടേക്കാ കടന്നു കയറിയത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം സലഫികൾ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാള് ചില്ലറക്കാരല്ലേ ഈ സലഫികൾ എന്ന് പറയുന്ന ആളുകൾ. സാധാരണ പറയാറുണ്ട്, ഇവരെ നമ്മൾ നാഞ്ഞ് ഒന്ന് തുപ്പിയാൽ ഒലിച്ചു പോകാനുള്ളൂ എന്നൊക്കെയാണ് നമ്മളെ കുറിച്ച് പറയാറ്. പക്ഷേ ഈ സലഫികൾ ആരാ മക്കൾ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകത്തിൽ വരെ ഇടപെടുന്ന, അവിടെ പോലും കടന്നു ചെല്ലുന്ന വലിയ വിദ്വാൻമാരാണ് സലഫികൾ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കേട്ടു. മൗലിദ് കിതാബ് അടിക്കുന്നത് പോലും സലഫികളാണ്. ഓന് മൗലിദ് ഓതണമെങ്കിൽ നമ്മൾ കിതാബ് എഴുതി കൊടുക്കണം. ആ കോലത്തിലാണ്. എങ്കിൽ അവിടേക്കൊന്ന് മാർച്ച് ചെയ്യണ്ടേ? മൗലിദ് കിതാബ് പിൻവലിക്കുക, സലഫികൾ എഴുതിയ മൗലിദ് കിതാബുകൾ മുഴുവൻ പിൻവലിക്കുക എന്നൊന്ന് മാർച്ച് ചെയ്തൂടെ? അത് ചെയ്യൂല. കാരണം അത് ചെയ്താൽ പിന്നെ നമ്മുടെ വരുമാനം മുട്ടൂല്ലേ? സലഫികളെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം നമുക്കുള്ളത് ഇല്ലാതാക്കണമെന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ തൗഹീദ് പാഠപുസ്തകം അത് പറ്റൂല. തൗഹീദ് പറ്റൂല നമുക്ക്. സലഫികൾ പഠിപ്പിക്കുന്ന തൗഹീദ് പറ്റൂല. ആ തൗഹീദ് നമ്മൾ സ്വീകരിക്കൂല. ആ തൗഹീദ് എന്ന് കേട്ടാൽ നമ്മൾ മാർച്ച് ചെയ്യും. എങ്ങോട്ട്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക്, അല്ലെങ്കിൽ കലാലയങ്ങളിലേക്ക്. തൗഹീദ് നമുക്ക് കേട്ടുകൂടാ. തൗഹീദ് പിൻവലിക്കണം. തൗഹീദ് എന്ന പാഠപുസ്തകം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് പല ആളുകളും രംഗത്ത് വരുന്ന രസകരമായ കാഴ്ചകൾ ഇതിനിടയിൽ നമ്മൾ കാണുകയാണ്. സ്വാഭാവികമായും ഇവിടെ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, എന്തുകൊണ്ട് ഇസ്ലാം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? എന്തുകൊണ്ട് സലഫികൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? വേറൊന്നുമില്ല. ഭീകരത എന്നത് നമുക്കറിയാം. മുസ്ലിമിന്റെ കയ്യിൽ ഒരു ചെറിയ സ്പൂൺ ഇരുന്നാൽ മതി ഭീകരവാദികളാകാൻ. ആറ്റം ബോംബ് നിർമ്മിക്കേണ്ട നമ്മൾ. നേരെ മറിച്ച് നമ്മളൊരു പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ കറക്കി റോട്ടിലൂടെ നടന്നാൽ
ഭീകരവാദിയായി വെടിവെച്ചിടാൻ ആളുകളുണ്ട്, നമ്മളെ ഭീകരവാദിയായി ചിത്രീകരിച്ച് വെടിവെച്ചിടാൻ ആളുകളുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു സ്പൂൺ ഇരുന്നാൽ, ഫ്രൂട്ട്സ് കുത്തി തിന്നാൻ ഒരു മുള്ളെടുത്ത് കയ്യിൽ വെച്ചാൽ അതുപോലും നമ്മുടെ കയ്യിലെ മാരകായുധമാണ്. ശരിക്ക് നേരത്തെ പറഞ്ഞല്ലോ ബഹുമാനായ മജീദ് സുലാഹി, അതെ, ഇവിടെ മാനസിക രോഗം ബാധിച്ച കുറെ ഭീരുക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പേടിയാണ്. ആരെ? മുസ്ലിമിനെ പേടിയാണ്. മുസ്ലിമിന് മാത്രമല്ല, മുസ്ലിമിന്റെ ഷിആറുകളെ പേടിയാണ്. മുസ്ലിം ഒരു താടി വെച്ചാൽ ആ താടിയെപ്പോലും പേടിക്കുന്ന നിയമകൂടമുള്ളിടത്താണ് നാം ഉള്ളത് എന്നത് നാം മനസ്സിലാക്കണം. തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു മനുഷ്യൻ റോഡിലൂടെ പോകുമ്പോ നിയമപാലകരിൽ ചില ആളുകൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. മനസ്സിലാക്കണം, എല്ലായിടത്തും ഉണ്ടാകും ആ വകുപ്പിന് പറ്റാത്ത ആളുകൾ. ആ വകുപ്പിന്റെ കേടല്ലത്. നേരെ മറിച്ച് ഈ പറയുന്നത് പോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഭയം, പേടി മനസ്സിൽ നിറച്ച് റോഡിലൂടെ പോകുന്നവരെ പരിശോധിക്കുന്ന നിയമപാലകരിൽ ഒരാൾ ഒരുത്തനെ പാതിരാത്രിയിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എവിടെ പോയതാ? അയാൾ പറഞ്ഞു, എന്നെ അടുത്ത് പോയതാണ്. തിരിച്ചങ്ങോട്ടാ, വീട്ടിലേക്കാണ്. ആ നിയമപാലകൻ ആ മനുഷ്യനെ നന്നായിട്ട് നോക്കിയപ്പോ നല്ല താടിയുണ്ട്. താടി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞത്ര, എന്നെ കണ്ടിട്ട് തീവ്രവാദിയുടെ ലുക്കുണ്ടല്ലോ എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ആരായി പറയുന്നത്? നിയമം പാലിക്കേണ്ട നിയമപാലകൻ പോലും ഈ രോമത്തെ പേടിക്കണം. ഇത് രോമാണ്, മുടിയാണ്. ഇത് അള്ള ആണുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകതയാ. ഇത് കണ്ടിട്ട് ബേജാറാകണ്ട. ഇത് ആണുങ്ങൾക്ക് മാത്രമേ അള്ള കൊടുത്തിട്ടുള്ളൂ. ഇത് ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മുടിയാണിത്. ഈ താടി എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കൂല, ബേജാറാകണ്ട. ആ താടിയെ പോലും പേടിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഇത് ഒന്നല്ല, തൃശൂർ ജില്ലയിൽ ഇതുപോലെ തന്നെ പാതിരാത്രിയിൽ പെട്രോളിങ്ങിന് ഇറങ്ങിയ ഒരു പോലീസുകാരൻ വഴിയിലൂടെ പോയ ഒരു പാവപ്പെട്ട മനുഷ്യനെ തടഞ്ഞു നിർത്തി. നോക്കിയപ്പോ നല്ല താടിയുണ്ട്. എവിടെ പോയടാ പാതിരാത്രിക്ക്? അയാൾ പറഞ്ഞു, ഞാൻ പണി കഴിഞ്ഞ് വരികയാണ്. അല്ല, നീ ഏതോ ക്യാമ്പിൽ പോയിട്ട് വരികയാണ്. നിന്നെ കണ്ടിട്ടും ഒരു തീവ്രവാദി ലുക്കുണ്ട്. നേരെ കൊണ്ടുപോയി സ്റ്റേഷനിൽ, എന്നിട്ട് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇടിയൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു, എന്താ പേര്? സതീശൻ. ഞെട്ടിപ്പോയി പോലീസുകാരൻ. പാവപ്പെട്ട മുസ്ലിമായ ഒരു സഹോദരനാണ് അദ്ദേഹം. ചെയ്ത തെറ്റെന്താണ്? മുഖത്ത് അദ്ദേഹം ആണായതുകൊണ്ട് വളർന്ന ഈ രോമത്തിന്റെ പേരിൽ അയാൾ തല്ലുകൊള്ളുകയാണ്. ഈ ഭീരുക്കൾ ജീവിക്കുന്ന ലോകത്ത് അന്തസ്സോടെ ഞങ്ങൾ എഴുന്നേറ്റ് പറയുന്നു, ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഞങ്ങളുടെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞങ്ങളുടെ ഇമാം ഖുർആനാണ്. അത് പറയാൻ മുതുകു വളക്കരുത്, നട്ടെല്ല് വളക്കരുത്, ശബ്ദമില്ലാതെ പോകരുത്. ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ ശബ്ദമില്ലാതെ പോകരുത്. ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണടാ എന്ന് ഉറക്കെ പറയാൻ ശബ്ദമില്ലാതെ പോകരുത്. പക്ഷെ ഇപ്പോ ഭീരുക്കളുടെ ലോകത്ത്, ഭീരുക്കൾ ജീവിക്കുന്ന ലോകത്ത്, ഇസ്ലാമിനെ ഭയപ്പെടുന്നവർ ജീവിക്കുന്ന ലോകത്ത്, ഖുർആനെ പേടിക്കുന്നവർ ജീവിക്കുന്ന ലോകത്ത് ഒളിവിൽ പോകേണ്ടവരാണോ നാം? ഒളിച്ചു കഴിയേണ്ടവരാണോ നാം? അല്ല. എന്റെ ഖുർആൻ ഭീകരവാദത്തിന്റെ മാനിഫെസ്റ്റോ അല്ല. എന്റെ പ്രവാചകൻ ഭീകരവാദത്തിന്റെ നേതാവല്ല. ഞാൻ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രം ലോകത്തോട് ഭീകരവാദം പറഞ്ഞിട്ടില്ലേ, പഠിപ്പിക്കൂല. ഞങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നവരാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാളെ കണ്ടുമുട്ടിയാൽ സലാം കൊണ്ട് ആരംഭിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഭീകരതയുടെ ഒരു ഉമ്മാക്കിയും മുസ്ലിം ഉമ്മത്തിന്റെ മേൽ കെട്ടിവെക്കരുത്. മുസ്ലിം ഉമ്മത്തിന്റെ മേൽ കെട്ടിവെക്കരുത്. അപ്പൊ ചോദിക്കും, ഐസിസ് ഇല്ലേ? ഐസിസ് ഇല്ലേ? ഉണ്ടാകാം, പക്ഷെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ആകെ അറിയണ പണ്ട് സ്കൂളിൽ പോകുമ്പോ ഐസ് മിഠായി ഉണ്ടായിരുന്നു. ആ ഐസ് മിഠായി അല്ലാതെ ഈ സാധനത ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐസിസ് എന്നത് ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല, മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇനി അങ്ങനൊന്നും ഉണ്ടെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലെ ഇവിടെ ഈ ഭൂമിയെ തന്നെയും 6 തവണ തകർത്തെറിയാൻ കഴിയുന്ന സ്ഫോടന ശേഷിയുള്ള ആയുധ ശേഖരങ്ങൾ വാരിക്കൂട്ടിയ ലോക രാജ്യങ്ങളിലെ ലോക പോലീസിലെ ഇവിടെ ഇടപെട്ടൂടെ? ഇവിടെ മുമ്പും ഒരുപാട് ശക്തികൾ ഉണ്ടായിരുന്നു, അല്ലേ? മുമ്പ് സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നു. സദ്ദാം ഹുസൈൻ എന്ന് കേട്ടാൽ ലോകം വിറക്കുമായിരുന്നു. കാരണം മീഡിയകൾ സദ്ദാം ഹുസൈനെ കുറിച്ച് പറഞ്ഞു പരത്തിയ ഇല്ലാ കഥകൾ. നമ്മുടെ നാട്ടിലെ മീഡിയകൾ അവരെല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരിൽ ചിലരെങ്കിലും മുത്തശ്ശി കഥ പറഞ്ഞുണ്ടാക്കാൻ, യക്ഷിക്കഥകൾ പറഞ്ഞുണ്ടാക്കാൻ മിടുക്കന്മാരാണ്.
വലിയ കഥാകൃത്തുകളാണവർ, കഥകൾ മെനയാൻ കഴിവുള്ളവരാണവർ. സദ്ദാം ഹുസൈനെ കുറിച്ച് പർവ്വതീകരിച്ചു പറഞ്ഞു. തെരുവിൽ നിൽക്കുന്ന സദ്ദാം തെരുവിൽ നിൽക്കുമ്പോൾ തന്നെ ആകാശത്ത് നിന്ന് വേറൊരു സദ്ദാം ഇറങ്ങി വരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട വാർത്തയാണ്. ഏഴ് സദ്ദാം ഹുസൈനുകൾ ഇറാഖിലുണ്ടായിരുന്നുവെന്നാണ്. ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന സദ്ദാം ഹുസൈന്റെ കഥ ചെറുപ്പകാലത്ത് മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ രൂപത്തിൽ സദ്ദാം എന്നത് ലോകം മുഴുവൻ പേടിക്കേണ്ട ഒന്നാണ് എന്ന് മീഡിയകളിലൂടെ വരുത്തി അല്ലേ? എന്നിട്ടോ ആ സദ്ദാം ഹുസൈൻ അണുവായുധങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്, ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചു. ആ നാട്ടിലേക്ക് കടന്നു കയറി വലിയ യുദ്ധമുണ്ടായി. മാത്രമല്ല തൊട്ടടുത്ത കുവൈത്തുമായി വലിയ സംഘടനകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം ഇളകി മാറി. അങ്ങനെ പല പ്രതിസന്ധികളും ആ കാലഘട്ടത്തിൽ ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മുഴുവനും സദ്ദാം എന്ന ഒരു മനുഷ്യനിലേക്ക് ചൂണ്ടി അവിടെ അവസാനിപ്പിക്കാതെ ഇറാഖ് എന്ന ആ രാജ്യത്തിന്റെ രാഷ്ട്രീയമാക്കി മാറ്റാതെ, കുവൈത്ത് എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയമാക്കി മാറ്റാതെ അത് മുസ്ലിം പൊതുസ്വത്വമായി അവതരിപ്പിച്ച് പർവ്വതീകരിച്ച് ലോകത്ത് ആ സമൂഹത്തെ തന്നെ നശിപ്പിക്കണമെന്ന രൂപത്തിൽ ചിന്തകൾ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം സദ്ദാം ഹുസൈനെ പിടിച്ചത് എവിടുന്ന? ഒളിവിൽ അദ്ദേഹം ഏതോ തുരങ്കത്തിൽ കയറിയിരുന്നപ്പോഴാണ്. അവിടുന്ന് പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുവന്നത്. എന്നിട്ടാണ് വലിയ അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയത്, തൂക്കിക്കൊന്നത്. അവിടെ കൊണ്ട് അവസാനിച്ചോ? ഇല്ല. ആ കഥ കഴിഞ്ഞപ്പോ, ആ കഥ അവസാനിച്ചപ്പോ പെട്ടെന്ന് കുറെ വിമാനങ്ങൾ പോയി ഇടിച്ചു. എവിടെ? വേൾഡ് ട്രേഡ് സെന്ററിൽ, അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്ററിൽ പോയി ഇടിച്ച് അത് തകർന്ന് തരിപ്പണമായി. അമേരിക്കയുടെ സർവ്വ സാങ്കേതിക വിദ്യകളുടെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ എയർപോർട്ടുകളിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു അത് കൊണ്ടുപോയി കൃത്യമായി ആ വലിയ സ്തംഭങ്ങളിൽ കൊണ്ടുപോയി ഇടിച്ചു തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞപ്പോ മീഡിയകളിൽ തലപ്പാവധാരിയായ നീണ്ട താടി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. പേരെന്തായിരുന്നു? ഉസാമ ബിൻ ലാദൻ. പിന്നെ അദ്ദേഹത്തെ കൊണ്ടാടി അല്ലേ? പിന്നെ കൊണ്ടാട്ടമായിരുന്നു. ഉസാമ ബിൻ ലാദൻ അദ്ദേഹത്തിന്റെ മധുഹുകളായിരുന്നു, പോരിശകളായിരുന്നു. കുറെ കാലം ഉസാമ എന്ന് പറഞ്ഞു നടന്നു. കുറെ കാലം അതേ അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് പറഞ്ഞു നടന്നു അല്ലേ? പക്ഷേ അത്തരം സംഘങ്ങളെ ആര് രൂപീകരിച്ചു, ആരുണ്ടാക്കി, അവരെ പോറ്റിയത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ആ താലിബാനെ കുറിച്ചും ഉസാമ ബിൻ ലാദനെ കുറിച്ചും വലിയ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. അവസാനം എന്താ സംഭവിച്ചത്? അമേരിക്കയിൽ നിന്ന് ശബ്ദമില്ലാതൊരു വിമാനം പൊങ്ങി. എന്നിട്ടോ പാതിരാത്രിക്ക് ആ വിമാനം അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തേക്ക് കടക്കുമ്പോ ആ രാജ്യത്തിന്റെ പെർമിഷൻ ഇല്ലാതെ, അതിന് ആ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തേക്ക് കടക്കുമ്പോഴുള്ള മറ്റു രാജ്യങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോ ആ ശബ്ദമില്ലാത്ത അമേരിക്കന്റെ വിമാനം പറന്ന് അഫ്ഗാനിസ്ഥാന മലമടക്കുകളിലെ ഒരു ഓരത്തുണ്ടായിരുന്ന ഉസാമ ബിൻ ലാദന്റെ ചെറിയ ടെറസിട്ട വീടിന്റെ മുകളിൽ പോയി നിന്നു. എയർ ലാൻഡ് ചെയ്തു. എന്നിട്ടോ ആ വിമാനത്തിൽ നിന്നൊരു കയറ് താഴോട്ട് ഇറങ്ങി വന്നു. ആ താഴോട്ടിറങ്ങിയ കയറിലൂടെ അമേരിക്കന്റെ പട്ടാളം നേരെ ഉസാമ ബിൻ ലാദന്റെ വീടിന്റെ ടെറസിലേക്ക് കൂർന്നിറങ്ങി. എന്നിട്ടോ നേരെ പോയി ഉസാമ ബിൻ ലാദന്റെ വീടിന്റെ ജനൽ പൊളിച്ചു അകത്ത് കടന്നു. അകത്തേക്ക് കടന്നപ്പോൾ ആരുള്ളത്? ലാദനുണ്ട്, ലാദന്റെ കെട്ടിയോളുണ്ട്, ലാദന്റെ കുട്ടിയോളുണ്ട്. ചെറിയ സംഘടന അവിടെ നടന്നു. അമേരിക്കക്കാരൻ ലാദന്റെ മുഖത്തേക്ക് നോക്കി വെടിവെച്ചു, നെഞ്ചത്തേക്ക് നോക്കി വെടിവെച്ചു. ഭാര്യ അറസ്റ്റ് ചെയ്തു, മക്കളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടോ ജീവച്ഛവമായി കിടക്കുന്ന ഉസാമയുടെ മയ്യത്തെടുത്ത് പൊതിഞ്ഞ് കയറിന്റെ തുമ്പത്ത് കയറ്റി കെട്ടിയതിനു ശേഷം ആ കയറ് വിമാനത്തിലേക്ക് വലിച്ചു കയറ്റി മയ്യത്തിനെ കയറ്റി കൂടെ പട്ടാളക്കാരനും കയറി നേരെ ശബ്ദമുണ്ടാക്കാതെ ആ വിമാനം അമേരിക്കയിൽ പോയി ലാൻഡ് ചെയ്തു. സാക്ഷാൽ ബറാക് ഒബാമ വൈറ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരുന്നു. ഒരു ക്രിക്കറ്റ് കളി കാണുന്നത് പോലെ, അല്ലെങ്കിൽ ബ്രസീലും അതുപോലെ അർജന്റീനയും തമ്മിലുള്ള ഫുട്ബോൾ മാച്ച് കാണുന്നത് പോലെ ബറാക് ഒബാമ ഇത് കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഉസാമ എവിടെ പോയി? അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോയി തീറ്റ കൊടുത്തു. മീന് തീറ്റ കൊടുത്തു എന്ന് പറഞ്ഞാൽ കടലിൽ കൊണ്ടുപോയിട്ടു അല്ലേ? അതോടെ ആ കഥ കഴിഞ്ഞില്ലേ? ഇപ്പൊ താലിബാൻ ഉണ്ടോ? ഉസാമയുണ്ടോ? അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നോക്കുമ്പോ ദാ വരുന്നു അബൂബക്കർ അൽ ബഗ്ദാദി. ആരാണ് ഇയാള്? നമുക്ക് അബൂബക്കർ സിദ്ദീഖിനെ അറിയാം, പക്ഷെ ഈ ചങ്ങാതി അറിഞ്ഞൂടാ. ഈ അബൂബക്കർ അൽ ബഗ്ദാദി എവിടെ ഉള്ളത്? സിറിയയിൽ. ഏത് സിറിയ? ഏതാണ് സിറിയ? വർഗീയ കലാപങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട് കൊന്നും കൊലപിടിച്ചും ജീവിച്ച് കഴിക്കാൻ ഒരു നേരത്തെ ആഹാരം കൃത്യമായി കിട്ടാത്ത
പട്ടിണിക്കോലങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, സ്വസ്ഥതയില്ലാത്ത ആഭ്യന്തര കലാപങ്ങൾ നിറഞ്ഞ സിറിയ എന്ന രാജ്യത്ത്, ആ രാജ്യത്ത് അബൂബക്കർ ബഗ്ദാദി കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കുന്നു, പഴയ വിമാനം എവിടെ പോയി? ആ ശബ്ദമുണ്ടാക്കാത്ത വിമാനം ഉണ്ടല്ലോ, അന്ന് കയറിയ പട്ടാളുണ്ടല്ലോ, അന്ന് താഴേക്കിട്ട കയറുണ്ടല്ലോ, ഇതൊക്കെ കാണാതെ പോയോ? കാണാതെ പോയോ? ഒരു രാത്രിയിൽ വിചാരിച്ചാൽ ഒന്ന് പറന്ന് സിറിയയിലേക്ക് വന്ന് അബൂബക്കർ ബഗ്ദാദി താമസിക്കുന്ന വീടിന്റെ ടെറസിന്റെ മുകളിൽ ആ വിമാനം ഒന്ന് ലാൻഡ് ചെയ്താൽ തീരുന്ന പ്രശ്നം. ലോകരാഷ്ട്രങ്ങൾ ഇവിടെയുള്ളപ്പോ, ലോക പോലീസ് ഇവിടെയുള്ളപ്പോ, സോവിയറ്റ് റഷ്യ ഉള്ളപ്പോ, പാശ്ചാത്യ രാജ്യങ്ങളുള്ളപ്പോ, ഈ ഭൂമിയെ തന്നെ 6 തവണ ചുട്ടരിക്കാൻ കഴിയുമാറ് ശക്തിമത്തായ ആയുധ ശേഖരങ്ങൾ ചൊരുക്കൂട്ടിയ വികസിത രാജ്യങ്ങളുള്ളപ്പോ അബൂബക്കർ ബഗ്ദാദി ആർക്കും പിടുത്തം കൊടുക്കാതെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന മണ്ടന്മാരല്ല ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. കുറ്റസമ്മതം നടത്തി നമ്മളൊന്നും ഐസിസ് അല്ലേ, ഞങ്ങൾ ഭീകരവാദികളല്ലേ എന്ന് പറയുന്ന ആ ഏർപ്പാട് നിർത്തിക്കോണം. ആ ഏർപ്പാട് അവസാനിപ്പിച്ചു കൊള്ളണം. കാരണം ഒരു കയ്യിൽ സ്പൂൺ എടുത്ത് പിടിച്ചവനെ നോക്കി ഭീകരവാദി എന്ന് വിളിച്ച രാജ്യമേ, കയ്യിൽ ഒരു പ്ലേറ്റ് എടുത്തവനെ നോക്കിയിട്ട് ഭീകരവാദി എന്ന് വിളിച്ച രാജ്യമേ, താൻ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് കൊണ്ട് ജയിലിന്റെ പൂട്ട് തുറന്നു എന്ന് ലോകത്തോട് വിളമ്പുന്ന രാജ്യമേ, ലോകത്തിന് നീ അപമാനമാണ്, അപമാനമാണ്, അപമാനമാണ്. ആരെയും മണ്ടന്മാരാക്കുന്നത് നിങ്ങൾ ആലോചിച്ചൊക്കെ. ഞാൻ പറയാണ്, ഞാനിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വീടിന്റെ പുറത്ത് ഒരാൾ പൂട്ടിട്ട് പോയി. ഞാൻ പല്ല് തേക്കുന്ന ബ്രഷ് ഇട്ട് പൂട്ട് തുറന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്റെ വീട്ടിൽ ഇന്ന് രാത്രി ഒരു കള്ളം വന്നു. ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് സ്പൂൺ എടുത്ത് കൊടുത്തു വന്ന് അതോടെ കള്ളൻ മയ്യത്തായി വീണു എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഏതെങ്കിലും സാമാന്യ ബോധമുള്ളവൻ വിശ്വസിക്കുമോ? അതല്ല, എന്റെ നേരെ ഇതാ ശത്രുക്കൾ ഓടി വന്ന് വെടിയുതിർത്തപ്പോ ഞാൻ എന്റെ വീട്ടിലെ പ്ലേറ്റ് എടുത്തത് തടഞ്ഞു എന്ന് പറഞ്ഞാൽ, അത് പരിചയാക്കി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സാമാന്യ ബോധമുള്ള സാധാരണക്കാരൻ അത് വിശ്വസിക്കുമോ? ലോകത്തോട് ആരായി ഇവിടായി പറയുന്നത്? പണ്ടുണ്ടായിരുന്നു ചില ആളുകള് പ്രഭാതത്തിൽ സുബഹി ബാങ്കിന് മുമ്പ് തന്നെ കടത്തിണ്ണയിൽ വന്നിരുന്നിട്ട് 2 ചായ ഓർഡർ ചെയ്ത് ആദ്യത്തെ ചായ ആദ്യം വന്ന് കഴിയുമ്പോ അവിടെ വന്നിരിക്കുന്ന ആളുകളോട് വെടിപൊട്ടിക്കാൻ മാത്രമുള്ള ചില ആളുകൾ മുമ്പുണ്ടായിരുന്നു, ബഡായി രാമന്മാർ. ഈ രൂപത്തിൽ ചില ആളുകൾ രംഗത്ത് വന്നിട്ട് പറയാണ്, കണ്ടോ ദാ സ്പൂണ് കൊണ്ട് ഭീകരവാദം നടത്തുന്നവൻ. ഇത് സംഗതി ഞാൻ പറഞ്ഞില്ലേ, ഇത് രോഗം വേറെയാണ്, ഇത് മാനസിക രോഗമാണ്, ഇത് പേടിയാണ്, ഭീതിയാണ്, ഭയമാണ്. ആരെയാ ഭയക്കുന്നത്? ആരെയാണ് ഈ ടാർഗറ്റ് ചെയ്യുന്നത്? ആരെയാണ് ഈ ടാർഗറ്റ് ചെയ്യുന്നത്? മുസ്ലിം ഉമ്മത്തിനെയോ? ഫാസിസത്തിന്റെ അജണ്ട നിരത്തിയിട്ട് ആരെയാണ് പ്രതിക്കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുന്നത്? ആരെയാണ് പ്രതിക്കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുന്നത്? മുസ്ലിമിനെയോ? ആരെയാണ് നിങ്ങൾ തീവ്രവാദി മുദ്ര കുത്തിയിട്ട് ആ ചാപ്പ കുത്തിയിട്ട് ജയിലുകൾ നിറക്കാൻ ശ്രമിക്കുന്നത്? മുസ്ലിമിനെയോ? എങ്കിൽ ജയിലുകൾ പോരാതെ വരും, ഗാർഡനോമകൾ സൃഷ്ടിക്കേണ്ടി വരും, ഈ ഇന്ത്യ രാജ്യം മുഴുവൻ ജയിലുകളാക്കി മാറ്റേണ്ടി വരും. എന്നാലും മുസ്ലിം ഉമ്മത്ത് തന്റെ അസ്തിത്വം വിട്ടു പോകൂല. ഇതൊരു ആവേശത്തിന്റെ വർത്താനൊന്നുമല്ല. ചില ആളുകൾ വിചാരിക്കും ആവേശം കയറി പറയണം. അല്ല, ആവേശമല്ല, വിവേകമാണ്, വിവേകമാണ്. അരുതായ്മകൾ കാണുമ്പോ അരുതടാ എന്ന് പറയാനുള്ള വിവേകം, ചെയ്യരുതടാ എന്ന് പറയാനുള്ള വിവേകം, ആ വിവേകം ഉണ്ടാകണം. അത് മനുഷ്യനുള്ള വിവേകമാണ്. ഒരു ഇണക്കുരുവിയെ വെടിവെച്ചിടുമ്പോ, അമ്പെയ്തിടുമ്പോ തന്റെ ചേതനയേറ്റ് വീണ ഇടയെ നോക്കി കരഞ്ഞു വട്ടമിട്ട് പറക്കുന്ന ആ ഇണക്കുരുവിയുടെ നൊമ്പരം കണ്ട് മനുഷ്യാത അരുത് കാട്ടാള, അരുത് എന്ന് വിളിച്ചു പറയേണ്ട മനുഷ്യർ, അരുത് കാട്ടാള എന്ന് വിളിച്ചു പറയേണ്ട മനുഷ്യർ അരുത് കാട്ടാള എന്ന് വിളിച്ചു പറയാതെ അവസരം മുതലാക്കാണ് ചില ആളുകള്. സലഫിയാണോ പ്രതിയായത് എങ്കിലും കുഴപ്പമില്ല, ഒരങ്ങനെയാണ്, ഒരു ഉസാമ ബിൻ ലാദന്റെ ആൾക്കാരാണ്. അവസരം മുതലാക്കുന്ന ചില ആളുകള് സാധുക്കൾ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, അവർ സാധുക്കളാണ്, അവരെ കുറിച്ചൊന്നും പറയാനില്ല, സാധുക്കളാണ്. പക്ഷെ അതുകൊണ്ട് സലഫിയത്ത് തകർന്നു പോകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നോ? ഈ ഇരിക്കുന്ന ആൾക്കൂട്ടമല്ല സലഫിയത്ത്. മുജാഹിദ് സമ്മേളനം നടത്തിയാൽ അവിടെ ഒഴുകി വരുന്ന 10,000ങ്ങളല്ല സലഫിയത്ത്. നേരെ മറിച്ച് സലഫിയത്ത് എന്നത് ജീവിത ദർശനമാണ്. അത് ഞാൻ ഇട്ടുപോയാൽ വേറൊരു സംഘം അവിടെ വരും, സംശയം വേണ്ട. ഞാൻ ഉപേക്ഷിച്ചു പോയാൽ വേറൊരു സംഘം അത് ഏറ്റെടുക്കാൻ വരും, സംശയം വേണ്ട. കാരണം ഏതെങ്കിലും ഒരു ജനക്കൂട്ടത്തെ അള്ളാഹു ഇതിന്റെ സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടില്ല, ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു ഇതിന്റെ സംരക്ഷണം ഏൽപ്പിച്ചത് ഏതെങ്കിലും കമ്മിറ്റിക്കാരെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനക്കൂട്ടത്തെയോ
ഏതെങ്കിലും ഒരു നിയമകൂടത്തെയോ ഏതെങ്കിലും ഒരു ഭരണകൂടത്തെയോ അല്ല. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആണ് ഇത് അവതരിപ്പിച്ചതെങ്കിൽ നാം ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര തവണ ഇതിനെ കരിക്കാൻ ശ്രമിച്ചു, എത്ര തവണ ഇതിനെ കരിക്കാൻ ശ്രമിച്ചു. ഇതിപ്പോ പുതിയ ഏർപ്പാടാ? ഇതൊരു പുതിയ ഏർപ്പാടല്ല, ഇതൊരു പുതിയ ഏർപ്പാടല്ല. ഇത് എത്രയോ നൂറ്റാണ്ടുകളായി ലോകത്ത് നടപ്പാകുന്ന കാര്യമാണ് അല്ലേ? ഇപ്പൊ നമുക്ക് പറയാൻ ഒരു ഊപ്പയുണ്ടാകും. UAPA മുസ്ലിം ഉമ്മത്തിന് മാത്രം സംവരണം ചെയ്ത ചില കിരാത നിയമങ്ങൾ ഉണ്ടാവും. ഇവിടെ മുമ്പുണ്ടായിരുന്നു ടാഡ അല്ലേ, കാപ്പ. പിന്നെന്താണ് ഇപ്പൊ UAPA? വിചാരണയില്ലാതെ, ഒരു ചോദ്യവും ചോദിക്കാതെ ഒരു മനുഷ്യൻ പരാതി കൊടുത്താൽ, ഒരാൾ പരാതി കൊടുത്താൽ നേരെ അവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവന് UAPA ചുമത്തിയിട്ട് അവൻ എന്താ തെറ്റ് ചെയ്തത്, അവനെന്ത് കുറ്റമാ ചെയ്തത്, അതൊന്നും ആരും ചോദിക്കണ്ട, ആരും പറയണ്ട. ഈ കിരാത നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് പറ്റില്ല. ഇന്ത്യ രാജ്യം അതിനെതിരെ പോരാടിയിട്ടുണ്ട്. ഇന്ത്യയിലെ മനുഷ്യർ ഇത്തരം കിരാത നിയമങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ മുൻഗാമികൾ ഈ കരി നിയമങ്ങൾക്കെതിരെ പോരാടിയവരാണ്. പക്ഷെ ഇന്ന് നാവിറങ്ങിപ്പോയി, നമുക്ക് പറയാൻ കഴിയുന്നില്ല, ഭയപ്പെടുകയാണ്. ആരെയാ പേടിക്കുന്നത്? ആരെയാ ഭയപ്പെടുന്നത്? ആരെയാ പേടിക്കേണ്ടത്? ഇന്ത്യ എന്റെ രാജ്യമാണെങ്കിൽ, ഈ രാജ്യം എന്റെ അഭിമാനമാണെങ്കിൽ, ഈ രാജ്യത്തെ പൗരനാണ് ഞാനെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയോട് കൂറുള്ളവനാണ് ഞാനെങ്കിൽ, ആ ഭരണഘടന സംരക്ഷിച്ചേ പറ്റൂ. ആ ഭരണഘടനയെ ആരെങ്കിലും തന്റെ അടുക്കളയിലെ നിയമപുസ്തകമാക്കി മാറ്റിക്കിട്ട് തന്റെ അങ്ങേറ്റം ഫാസിസ്റ്റ് ചിന്താഗതികൾ നിറച്ചു വെച്ച മസ്തിഷ്കത്തിലെ ചിന്തകളെ ഈ ഇന്ത്യയുടെ ഭരണഘടനയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ, ഇന്ത്യ രാജ്യത്ത് വളരെ ശക്തമായി സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വെള്ളക്കാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ച ഈ ഇന്ത്യയിലെ ജനത കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ തയ്യാറായേ പറ്റൂ. സംശയം വേണ്ട. വെള്ളക്കാരൻ ഇന്ത്യ ഭരിച്ചപ്പോ ഇന്ത്യൻ ജനത സമ്മതിച്ചിട്ടില്ല അടിമകളാക്കാൻ. ആ സ്ഥാനത്ത് കൊള്ളക്കാരൻ കയറി നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അടുക്കളയിലെ വിറക് പുസ്തകമാക്കി മാറ്റിയിട്ട് തന്റെ ഫാഷിസ്റ്റ് നിയമങ്ങളെ ഈ ഇന്ത്യയുടെ ഭരണഘടനയായി എഴുതി ചേർക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിന്നാണ് പ്രതികരിക്കേണ്ടത്. ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്നാ പ്രതികരിക്കേണ്ടത്. അല്ലാതെ എല്ലാവരും ഒന്നിക്കുമ്പോൾ ഞാൻ ഒറ്റക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പോകും എന്ന് പറയുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം ആളുകളുണ്ടല്ലോ, ഇത്തരം നരമ്പ് രോഗികൾ എല്ലാ കുടുംബത്തിലുണ്ടാവും. അങ്ങനെ ആരും തിന്നണ്ട, ഞാൻ ഒറ്റക്ക് തിന്നോളാം, അജാതി ആളുകളുണ്ടല്ലോ. മുസ്ലിം ഉമ്മത്ത് മുഴുവനും ഏക സിവിൽ കോഡിനെതിരെ ഒന്നിച്ചു നിൽക്കുമ്പോ ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ആ നിയമത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ സംവിധാനത്തിന്റെ കീഴിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഇവിടെ വർഷങ്ങളായി അനുഭവിക്കാൻ കഴിയുന്ന ഭരണഘടനാപരമായ അവകാശം അത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു MLA-യുടെയോ ഏതെങ്കിലും ഒരു MP-യുടെയോ ഔദാര്യമല്ല. നേരെ മറിച്ച് ഇന്ത്യൻ ഭരണഘടന എനിക്ക് മൗലികമായി തന്ന അവകാശം, എനിക്ക് ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന അവകാശം, എനിക്ക് ജുഡീഷ്യറി പ്രൊട്ടക്ഷൻ കിട്ടേണ്ട അവകാശം, എനിക്ക് സിവിൽ പ്രൊട്ടക്ഷൻ തന്നിട്ട് എനിക്ക് അനുഭവിക്കേണ്ട അവകാശം, അതുപോലെ പാർലമെന്ററി പ്രൊട്ടക്ഷൻ തന്ന് ഞാൻ അനുഭവിക്കേണ്ട അവകാശം, ആ അവകാശത്തെ ഹനിക്കുന്ന രൂപത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെതിരെ ശബ്ദിച്ച് അവിടെ നമുക്ക് ആവശ്യമുള്ള സംരക്ഷണം ഉറപ്പാക്കേണ്ടതിന് പകരം അവിടെ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടുമ്പോ ശബ്ദിക്കുമ്പോ ഒരുത്തൻ പറയാ ഞാൻ ഒറ്റക്ക് പോയി പറഞ്ഞോളാമെന്ന്. അവനെ കാണേണ്ടത്, അവനാണ് കൂട്ടത്തിലെ മുനാഫിഖ്, അവനാണ് കൂട്ടത്തിലെ ഒറ്റുകാരൻ. ഇതൊന്നും പറയാൻ മടിക്കരുത് മുസ്ലിം ഉമ്മത്ത്, ഇതൊന്നും പറയാൻ മടിക്കരുത്. നമ്മുടെ ഈ കാലതാമസം ഒരുപാട് നഷ്ടമുണ്ടാക്കുന്ന നമുക്ക് സംശയമില്ല. നമ്മുടെ ഈ കാലതാമസം ഒരുപാട് നഷ്ടമുണ്ടാക്കുന്ന നമ്മൾ വാദിച്ചിട്ടുണ്ട്, വാദിച്ചവരാ നമ്മൾ, ചോദിച്ചവരാ നമ്മൾ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ത്യയെ വെള്ളക്കാരൻ തന്റെ കാൽ ചുവട്ടിലിട്ട് ആക്രമിക്കുമ്പോൾ ചവിട്ടി ധരിക്കുമ്പോ ഇന്ത്യയിൽ നിന്ന് മുസ്ലിം കുടുംബത്തിൽ പിറന്ന മുസ്ലിമായ അഭിമാനമുള്ള മുസ്ലിമായ ഇജ്ജത്തുള്ള മുസ്ലിമായ മൗലാന മുഹമ്മദ് അലി ജൗഹർ നേരെ ബ്രിട്ടീഷുകാരന്റെ ഭരണസിരാ കേന്ദ്രമായ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്കാണ്. അവിടെ ചെന്ന് വെള്ളക്കാരന്റെ കുഞ്ചുരോമങ്ങൾ പിടിച്ചു കുലുക്കിക്കൊണ്ട് ആവശ്യപ്പെട്ടത്, ഞാൻ മൗലാന മുഹമ്മദ് അലി ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി കൊണ്ടാകും.
ഒന്നുകിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ 6 അടി മണ്ണ്. രണ്ടാമത് ഈ രണ്ട് കാര്യങ്ങളല്ലാതെ മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല എന്ന് നേരെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ഉരുക്ക് ഭിത്തികളെ വിറപ്പിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞ മുൻഗാമികൾ നമ്മുടെ മുൻഗാമികളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി ആവശ്യപ്പെട്ട, അവന്റെ മുഖത്ത് നോക്കി ഗർജിച്ച നേതാക്കൾ നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ അവകാശങ്ങൾ ചോദിക്കാനുള്ളതാണ്. ചോദിച്ചു വാങ്ങേണ്ടതാണ്. പറഞ്ഞു വാങ്ങേണ്ടതാണ്. അല്ലാതെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രണ്ടാം കിടയാണെന്ന് ഒരിക്കലും കരുതരുത്. ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ്, വോട്ട് ചെയ്യും മുസ്ലിം ഉമ്മത്ത്. ആ ഇലക്ഷനിൽ പങ്കെടുക്കും, ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടും, ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഈ രാജ്യത്തിന് വേണ്ടി വർത്തിക്കും. ഇത് അജണ്ടകൾ നിശ്ചയിച്ച് ഓരം പറ്റുകളാക്കി ഈ സമുദായത്തെ മാറ്റാനുള്ള ശ്രമം, ആ ശ്രമത്തെ കണ്ടില്ല എന്ന് നടിക്കരുത്. കണ്ടില്ല എന്ന് കണ്ണടച്ചിരുന്നാൽ നാളെ നമ്മുടെ മക്കൾ ഇവിടെ കടന്നു വരും. മുസ്ലിമായി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ് ഞാൻ ഒരു മുസ്ലിമാണ്, ഞാനൊരു ഇന്ത്യക്കാരനായ മുസ്ലിമാണ് എന്ന അടിവരയിട്ട് അഭിമാനത്തോടെ പറയുമ്പോ എന്റെ മക്കൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം, അത് നിലനിർത്തൽ എന്റെ ബാധ്യതയാണ്. അടുത്ത തലമുറക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തൽ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഒരന്യായത്തിന് നിൽക്കണ്ട, ഒരക്രമത്തിന് നിൽക്കണ്ട, ആരും ഒരു ബോംബ് പോയിട്ട് ഒരു ഓലപ്പടക്കം പോലും പൊട്ടിക്കണ്ട. നേരെ മറിച്ച് നിയമപരമായി നമുക്ക് കിട്ടേണ്ടത്, നിയമപരമായി നിലനിൽക്കേണ്ടത്, ഭരണഘടനാപരമായി നിലനിൽക്കേണ്ടത്, അതിന് പോറൽ വീഴാൻ പാടില്ല. ഇത് ബോധപൂർവം അജണ്ടകൾ നിശ്ചയിച്ച് മുസ്ലിം ഉമ്മത്തിനെ പ്രതികൂട്ടി നിർത്താൻ. കാര്യം നോക്കുമ്പോ കണക്കിങ്ങനെ കയറാൻ, ഗ്രാഫ് ഇങ്ങനെ കയറാൻ. സെൻസസ് നോക്കുമ്പോഴേ എത്ര മുസ്ലിങ്ങളാ, എത്ര കോടി മുസ്ലിങ്ങളാ. അപ്പോഴാ ഗോപാലകൃഷ്ണൻ നോക്കിയിട്ട് പറയുന്നത് പന്നിപ്പേറാണ്, ഇത് പന്നിപ്പേറാണ്. അത്ഭുതപ്പെട്ടു പോകും. കാര്യം നമ്മുടെ ഉമ്മമാരുടെ കപ്പാസിറ്റി എത്രേ, ഇത് പന്നിപ്പേറാണെന്ന് പറയാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഗോപാലകൃഷ്ണനെ പോലുള്ളവൻ മനസ്സിലാക്കുന്നത് ഇത് പന്നി പേറുന്നത് പോലെ പ്രസവിച്ചുണ്ടായതാണെന്നാ. അല്ല, ചരിത്രം പഠിക്കണം, ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം, കേരളത്തിന്റെ ചരിത്രം പഠിക്കണം. ഇത് പന്നിപ്പേറല്ല. നേരെ മറിച്ച് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു ഇന്നലെ, ഒരു കേരളം ഉണ്ടായിരുന്നു ഇന്നലെ. ഈ നാട്ടിലെ പാവപ്പെട്ടവന്, താഴ്ന്ന ജാതിക്കാരൻ, അവർണന് തെരുവിലിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു. ജാതീയതയുടെ കരനിയമങ്ങൾ കൊണ്ട് കാപ്പകൾ തീർത്ത്, ഊപ്പകൾ തീർത്ത് പാവപ്പെട്ട അവർണനെ കെട്ടിപ്പൂട്ടിയിരുന്ന കാലമുണ്ടായിരുന്നു ഇവിടെ. ഒരു താഴ്ന്ന ജാതിക്കാരനായി പിറന്നാൽ പകലന്തിയോളം പണിയെടുത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അടുക്കളവാതിക്കൽ വന്ന് കാവൽ നിൽക്കുമ്പോ കുഴുകുത്തി കുമ്പിളിൽ കഞ്ഞു കൊടുത്ത് പാവപ്പെട്ടവനെ ചവിട്ടി ധരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. തൊട്ടുകൂടായ്മയുണ്ടായിരുന്ന, തീണ്ടിക്കൂടായ്മയുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു ഇവിടെ. ആ കാലഘട്ടത്തിലാണ് പായക്കപ്പലിൽ നേരെ കടന്നു വന്നത് ഇന്ത്യ മഹാരാജ്യത്തേക്ക്, കേരളത്തിന്റെ മണ്ണിലേക്ക്, കൊടുങ്ങല്ലൂരിലേക്ക് ഒരു സംഘം ആളുകൾ. അന്തസ്സോടെ അവർ വന്നത്, അഭിമാനത്തോടെ അവർ വന്നത്. അവര് വന്നപ്പോ നമുക്കറിയാം, പണ്ടൊരുത്തൻ വന്നു. എവിടെയാ വന്നത്? അതേ, നമ്മുടെ കോഴിക്കോട്. എങ്ങനെയാ വന്നത്? മൂപ്പര് വന്നിട്ട് ഇതുപോലെ നമ്മുടെ സ്പൂൺ കഥ പോലൊരു കഥ പറഞ്ഞു. എന്താണ് ആ കഥ എന്നറിയോ? ഞാൻ അമേരിക്ക കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണ്. അമേരിക്ക കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കടലിലൂടെ സഞ്ചരിക്കുമ്പോ ഇതാ ഞാൻ കാണുന്നു ഒരു വിളക്കിന്റെ വെളിച്ചം. ഞാൻ പതുക്കെ കപ്പലങ്ങോട്ട് ഓടിച്ചു. എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് അമേരിക്ക. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് എനിക്ക് സ്ഥലമൊന്നും അത്ര പിടുത്തുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ബോർഡുകൾ വായിക്കാൻ തുടങ്ങി. റോഡുമേ വെച്ചിരിക്കുന്ന ബോർഡുകൾ, സ്ഥലം ഏതാണ്, അമേരിക്കയിലെ ഏത് ജംഗ്ഷനാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുറ്റും കണ്ടോടിക്കുമ്പോ അത് കാപ്പാടായിരുന്നു, കോഴിക്കോടായിരുന്നു. അപ്പോഴാ മനസ്സിലായത് ഇത് അമേരിക്കയല്ല, ഇത് കോഴിക്കോട് കാപ്പാടാണ് എന്ന് മനസ്സിലായത്. എന്ന് പച്ച നുണ പറഞ്ഞു കേരളത്തിന്റെ മണ്ണിലേക്ക്, കാപ്പാട്ടേക്ക് വന്ന വാസ്കോഡഗാമ എന്ന പെരും കള്ളൻ, ചതിയൻ, വഞ്ചകൻ. അയാൾ കടന്നു വന്നത് പോലല്ല മുസ്ലിം ഇവിടെ കടന്നു വന്നത്. വാസ്കോഡഗാമ തെറ്റിദ്ധരിച്ച് അമേരിക്കയാണ് ഇന്ത്യ എന്ന് തെറ്റിദ്ധരിച്ച് കേരളത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്ന വലിയ ബുദ്ധിജീവികൾ ഇന്നുമുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. വാസ്കോഡഗാമക്ക് പിന്നാലെ വന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ എടുത്തു വെച്ച് കുരുമുളക്, ഇന്ത്യയിലെ കുരുമുളക് എത്ര നല്ല കുരുമുളകാണ്, ഇന്ത്യയിലെ ഏലക്ക എത്ര നല്ല മണമുള്ള ഏലക്കയാണ്, അതുപോലെ ഇന്ത്യയിലെ കറുവാപ്പട്ട എത്ര നല്ല കറുവാപ്പട്ടയാണ്. ഇത് കണ്ടാ തോന്നുന്ന സായിപ്പിന് ബിരിയാണി തിന്നാൻ ആർത്തി മൂത്തിട്ട് നേരെ വണ്ടി കയറി മസാല എടുക്കാവുന്നതാണ് എന്ന് തോന്നിപ്പോകും.
അല്ലേ? ഇവിടുത്തെ കുരുമുളകും ഇവിടുത്തെ കറുവാപ്പട്ടയും അതുപോലെ തന്നെ ഇവിടുത്തെ ഏലക്കയും ഒക്കെ പറഞ്ഞിങ്ങനെ നിരത്തുന്നത് കണ്ടാ തോന്നു ചങ്ങാതി ഏതാണ്ട് മസാല കൊതിയനാണ്, അതുപോലെ തന്നെ ബിരിയാണി കൊതിയനാണ് തോന്നിപ്പോകും. ആ പറയുന്ന ഏലക്കയും കുരുമുളകും ഗ്രാമ്പും മറയായി വെച്ചുകൊണ്ട് ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിച്ചു. കൊള്ളയടിക്കാൻ വേണ്ടി റെയിൽപാളങ്ങൾ ഉണ്ടാക്കി. നിലമ്പൂരിലേക്ക് നിങ്ങൾക്കറിയോ, ബ്രിട്ടീഷുകാരൻ റെയിൽവേ വെട്ടിക്കൊടുത്തത് ഓസിനല്ല, തേക്ക് കടത്താനാണ്. മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ വിലപിടിപ്പുള്ള സ്വത്തുക്കൾ അടിച്ചുകൊണ്ടുപോയി. ഏത് ഇന്ത്യ എന്നറിയോ? സ്വതന്ത്രാനന്തരം വെട്ടിമുറിച്ച 2 കഷ്ണമാക്കി മാറ്റിയ ഇന്ത്യയല്ല, നേരെ മറിച്ച് പാകിസ്ഥാൻ അടങ്ങുന്ന ആ അവിഭക്ത ഇന്ത്യയിൽ കടന്നു കയറിയിട്ട് അന്ന് മുസ്ലിം ഭരണാധികാരികൾക്കുണ്ടായിരുന്ന കോടിക്കണക്കിന് സ്വത്ത് ഇന്ന് ന്യൂഡൽഹി എന്ന് പറയുമ്പോ ആ ഡൽഹിക്ക് ഒരു ചരിത്രം പറയാനുണ്ട്. ആ ഡൽഹി ആക്കിയത് ആര് എന്ന ചരിത്രം പറയാറുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കടന്നു ചെന്ന് അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായി എന്ന് പ്രഖ്യാപിച്ച് ആ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിട്ട് അതേ അഭിമാനത്തോടെ കതിർട്ട് നടക്കുന്ന രാഷ്ട്രീയം പുലമ്പുന്ന മുഴുവൻ ആളുകൾ മനസ്സിലാക്കേണ്ടത് ആ ഡൽഹിക്ക് പറയാനൊരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. അത് മുഗൾ ഭരണാധികാരിയുടെ ചരിത്രമാണ്. മുഗൾ ഭരണകാലഘട്ടത്തിലെ മുസ്ലിം രാജാക്കന്മാരുടെ ചരിത്രമാണ്. ഡൽഹിയാക്കിയ കോടിക്കണക്കിന് പണം കൊണ്ട് അമ്മാനമാടിയ തിരുവോരങ്ങളിൽ കോടിക്കണക്കിന് ഡോളറുകൾ, കോടിക്കണക്കിന് രൂപ ഒഴുക്കിയ മുഗൾ സാമ്രാജ്യത്തിലെ ഭരണകർത്താക്കളെ കുറിച്ച് പറയാനുണ്ട്. അവർ നേടിവെച്ചത്, അവർ സ്വായത്തമാക്കിയത്, അഥവാ 1000 കൊല്ലത്തെ കറുത്ത നിയമം അല്ലെങ്കിൽ കഥയില്ലാത്ത ഒരു ലോകത്ത്, ചരിത്രമറിയാത്ത ലോകത്ത് നിന്ന് കടന്നു വന്ന സായിപ്പിനെ അവന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന അമൂല്യ മുത്തുകളും അമൂല്യ സ്വത്തുക്കളും ഇവിടെ നടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആദ്യം വാസ്കോ ഡ ഗാമ വന്നു, പിന്നാലെ ആളുകൾ വന്നു. ഇന്ത്യയെ അവർ കുറേശ്ശെ പിടിച്ചെടുത്തു, കോളനിയായി പ്രഖ്യാപിച്ച് ഇവിടുത്തെ സ്വത്ത് മുഴുവനും അടിച്ചു കൊണ്ടുപോയി. അവൻ അവിടെ സാമ്രാജ്യം പണിയുമ്പോ ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ MP ശശി തരൂർ നേരെ പോയിട്ട് സായിപ്പിനെ നോക്കിയിട്ട് പറയേണ്ടി വന്നു, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്നതല്ല, ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്നതല്ലേ സായിപ്പേ, ഇത് ഞങ്ങളുടെ നാട്ടിലെ സ്വത്തല്ല സായിപ്പേ, അവിടെ ഒന്ന് മോഷ്ടിച്ചതല്ല സായിപ്പേ. തല കുറിച്ച് നിൽക്കേണ്ടി വന്നു സായിപ്പുമാർക്ക്. ഈ ലോകത്ത് പാശ്ചാത്യന്റെ മേന്മ പറയുന്ന വലിയ അതേ സംവിധാനങ്ങളുടെ മേന്മ പറയുന്ന, സാങ്കേതികതയുടെ മേന്മ പറയുന്ന സായിപ്പ് ശശി തരൂർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു MP-യുടെ മുന്നിൽ തലകുറിച്ച് നിൽക്കേണ്ടി വന്നു. എന്റെ ഒറ്റ ചോദ്യം, ഇതെന്റെ നാട്ടിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ സായിപ്പേ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിൽ തലയാട്ടി നിൽക്കുകയല്ലാതെ അല്ല എന്ന് പറയാൻ സായിപ്പിന് കഴിയില്ല. നേരെ മറിച്ച് ഇവിടെ നടിച്ചു കൊണ്ടുപോയി. അങ്ങനെ കടന്നു വന്ന വാസ്കോ ഡ ഗാമയെ പോലെയല്ല ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളായി കടന്നു വന്ന ആളുകൾ വർത്തിച്ചത്. നേരെ മറിച്ച് അവർ നേരെ വന്നു ഒരു പായക്കപ്പലിൽ ഇറങ്ങി വരുമ്പോ അവരുടെ കയ്യിൽ ഒരു സ്പൂൺ ഉണ്ടായിരുന്നില്ല, അവരുടെ കയ്യിൽ ഒരു മുള്ളുണ്ടായിരുന്നില്ല, അവരുടെ കയ്യിൽ മറ്റു ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ അവർ വന്നിറങ്ങിയിട്ട് നേരെ ഖിബലയിലേക്ക് തിരിഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി അവർ നമസ്കരിക്കുമ്പോ കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യർ ഓടി വന്നു. ആരാണ് ഈ വന്നത്? പരിചയമില്ലാത്ത ആളുകളാണല്ലോ. അവർ കാത്തു നിന്നു. ആദ്യം പോയി ഒന്ന് തൊട്ടു നോക്കി, അനങ്ങുന്നില്ല. ഹലോ എന്ന് പറഞ്ഞു നോക്കി, അനങ്ങുന്നില്ല. പേരെന്താന്ന് ചോദിച്ചു നോക്കി, അനങ്ങുന്നില്ല. അവർ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോ ഇതാ നിൽക്കുന്നു കുറച്ചാളുകൾ. അക്കൂട്ടത്തിൽ ഒരു അപ്പു ഉണ്ടായിരുന്നു അത്രേ. ആ അപ്പു ഇതാ തന്റെ കയ്യിൽ കരിക്കിന്റെ കുലകളുമായി നിൽക്കുകയാണ്. അതിലൊന്ന് വെട്ടിയിട്ട് അപ്പു അതിന്റെ തല ചെത്തിയിട്ട് നേരെ കൊടുക്കുകയാണ് അതിഥികൾക്ക്. അതിഥികളുടെ മുന്നിലേക്ക് അത് നീട്ടുമ്പോ അവർ മുഖത്തോട് മുഖം നോക്കുന്നു. പണ്ഡിറ്റ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് മലക്കുകൾ വന്നപ്പോ മനുഷ്യരൂപത്തിലാണ് അവർ വന്നത് എന്നതുകൊണ്ട് മനുഷ്യരൂപത്തിലെ മലക്കാണ് അവരെന്നറിയാതെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മൂരി അറുത്ത് ഭക്ഷണമൊരുക്കി അവർക്ക് മുന്നിൽ വെച്ചു കൊടുത്തപ്പോ അവർ കൈനീട്ടാതിരുന്നത് കണ്ട് ഇബ്രാഹിം നബി പേടിച്ചതുപോലെ കരിക്കുമായി നിൽക്കുന്ന അപ്പു, ആ അപ്പുവിന്റെ കയ്യിൽ നിന്ന് കരിക്ക് വാങ്ങാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പു ചോദിച്ചു, നിങ്ങൾ കരിക്ക് കുടിക്കൂലേ? ഇവര് പറഞ്ഞു, കരിക്ക് കുടിക്കും. അവരുടെ ഭാഷയിൽ ഞങ്ങൾ ഇത് കുടിക്കും. പക്ഷേ ഇത് കുടിക്കുന്നതിന് മുമ്പ് ചില കാര്യം അറിയേണ്ടതുണ്ട്. ഇതെവിടുന്നാ? അത് തെങ്ങിലുണ്ടാവുന്ന സാധനം. ഇത് ആരുടെ തെങ്ങ? അപ്പൂ ഈ കൊണ്ടുവന്ന കരിക്ക് ആരുടേതാ? അപ്പു ചോദിച്ചു, അതൊക്കെ ചോദിക്കണെന്താ, കരിക്ക് തന്നാ അങ്ങോട്ട് കുടിച്ചാ പോരെ? അവര് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ കുടിക്കുന്നവരല്ല, കണ്ടതൊക്കെ വാങ്ങി കുടിക്കുന്നവരല്ല, നേരെ മറിച്ച് ഹലാലാകണം ഞങ്ങൾ കുടിക്കുന്നത്.
നിന്റെ പുരയിടത്തിൽ നിന്റെ അവകാശത്തിലുള്ള കരിക്കാണെങ്കിൽ ഞങ്ങൾ കുടിച്ചോളാം. ആരാന്റെ പുരയിടത്തിൽ കയറി ഇട്ടോണ്ട് വന്നതാണ് നീ എങ്കിൽ അത് കുടിക്കാൻ പറ്റൂല. അതുകൊണ്ടാ അപ്പു ഞെട്ടിപ്പോയി. കാരണം ഇന്ന് വരെ അങ്ങനെ ചോദ്യം ഉണ്ടായിട്ടില്ല. ഇത് ആരുടെ മുതലാണ്? ഇത് ഹലാലാണോ ഹറാമാണോ? അപ്പു പറഞ്ഞു ഇത് ഹലാലാ, ഇത് ഞാൻ എൻ്റെ മുമ്പേ നിട്ടതാ. എങ്കിൽ കുടിക്കാം. അപ്പു പരിചയപ്പെട്ടു ഇവരെ. അവർ കൂടെ നടന്നു. സത്യസന്ധരായവർ, സദഖ നൽകുന്നവർ, മനുഷ്യരെ പരിഗണിക്കുന്നവർ, എല്ലാവരെയും പുൽകുന്നവർ, എല്ലാവരെയും അഭിമുഖീകരിക്കുന്നവർ, എല്ലാവരോടും സംസാരിക്കുന്നവർ. അപ്പു ചോദിച്ചു, ഞാനും കൂടെ കൂടിക്കൂട്ടെ, ഞാനും വന്നോട്ടെ. എങ്ങോട്ടാ അപ്പു? അല്ല, മുസ്ലിമായിട്ട് ഞാനും വന്നോട്ടെ. ഓ വരാല്ലോ. എന്താ ഞാൻ ചെയ്യേണ്ടത്? എവിടെയാ ഞാൻ പോകേണ്ടത്? മക്കത്ത് പോണോ? മക്കത്തൊന്നും പോകണ്ട. പിന്നെന്ത് ചെയ്താൽ മതി? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മനസ്സറിഞ്ഞിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുക. ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പറയുക, അല്ലാഹ് മാത്രമാണ് ഇലാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്നതിന് ഞാൻ സാക്ഷിയാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചാൽ ഞങ്ങളിൽ ഒരു അംഗമായി നീ മാറിയപ്പോ നീ മുസ്ലിമായി. ഇന്നത്തെ ഏറ്റവും വലിയ തീവ്രവാദത്തിന്റെ പ്രഖ്യാപനമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതൊരു പാഠപുസ്തകത്തിൽ കണ്ടാൽ പേടിക്കണം. ഇത് ഭയങ്കര സംഘടനയാകും, ഭയങ്കര സംവിധാനമാകും. ഷഹാദത്ത് കലിമ പോലും പഠിപ്പിക്കാൻ കഴിയാത്തൊരു സമുദായം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതുപോലും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരു സമുദായം നമ്മൾ ആലോചിച്ച് നോക്ക്. ഈ ഷഹാദത്തിന്റെ വചനം പറഞ്ഞാൽ മുസ്ലിമാകും. അപ്പു പറഞ്ഞു, എങ്കിൽ ഞാനിതാ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പു പോയി അപ്പുവിന്റെ അയൽക്കാരനോട് പറഞ്ഞു, ഞാൻ മുസ്ലിമാട്ടോ. നീ മുസ്ലിമായോ? ഇങ്ങനെയാ മുസ്ലിമായത്? ഇവിടെ പ്രശ്നമില്ല. ഒരു പാത്രത്തിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, ഒരു ഗ്ലാസ്സിലാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്, ഒന്നിച്ചാ ഞങ്ങൾ നിസ്കരിക്കുന്നത്. എന്റെ വലതുഭാഗത്ത് മാപ്പിള, ഇടതുഭാഗത്ത് അതേ ഹാജിയാര്, രണ്ടുപേരും ഒന്നിച്ചാ നിൽക്കുന്നത്. ഞാനൊന്ന് അടുക്കാൻ നിൽക്കുന്നത്, തൊട്ടാ നിൽക്കുന്നത്. എന്റെ കാലും എന്റെ ശരീരവും മറ്റേയാളെ തൊടുകയാണ്. ഒരു പ്രശ്നമില്ല. ഇത് കണ്ടപ്പോ ഓരോ ആളുകളും ഇങ്ങനെ വരാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി പരിവർത്തിപ്പിക്കപ്പെട്ടു വന്ന് ഇന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ സെൻസസ് എടുത്താൽ കോടികൾ ഉണ്ടാകും. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉണ്ടായി. ഗോപാലകൃഷ്ണൻ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ പെറ്റുകൂട്ടിയതാണ്. ഇതാ അല്ല, നിന്റെ വല്യച്ഛൻ മതം മാറി വന്നതാണ്. വല്യച്ഛന്റെ മതം മാറിയതാ. ആ കാലഘട്ടത്തിൽ മതം മാറ്റമുണ്ടായതാ. അവര് മാറി വന്നതാ. അതുകൊണ്ടാണ് കേരളത്തിന്റെ മഹാകവി കുമാരനാശാൻ ആ കാലഘട്ടത്തിൽ സംശയത്തോടെ മുസ്ലിം ഉമ്മത്തിനെ നോക്കിയ ആ കാലയളവിൽ തന്നെ അയാൾ ഒരു സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു. എത്രയോ ദൂരം വഴിമാറി നിൽക്കേണ്ട ഒരു ഏഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്തമവനെത്തി ചാരത്തിരുന്നിടാം. ഒട്ടും പേടിക്കണ്ട നമ്പൂരാനെ. ഒരു നമ്പൂതിരിയെയും ഒരു ബ്രാഹ്മണനെയും പേടിക്കാതെ ഏതൊരുത്തരും പോയി അവൻ ഷഹാദത്തിന്റെ വചനം പറഞ്ഞാൽ അവൻ ഹാജിയാരുടെ കൂടെ ഇരിക്കും, അവൻ നാട്ടിലെ മൂപ്പന്റെ കൂടെ ഇരിക്കും, മുതലാളിയുടെ കൂടെ ഇരിക്കും. ഒരു പക്ഷേ ജുമാക്ക് ഈ പാവപ്പെട്ടവൻ അവർണനായി ജനിച്ചവൻ മുസ്ലിമായിട്ടവൻ ജുമാക്ക് വന്നാൽ അവൻ ഒരു വക്കത്ത് പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ മുൻസഫിൽ അവൻ നിൽക്കും, ഹാജിയാര് പുറകിൽ നിൽക്കും. ഒരു വേള ഹാജിയാര് സുജൂദ് ചെയ്യുമ്പോ അവന്റെ കാൽ ചുവട്ടിലായിരിക്കും തന്റെ തലവെക്കേണ്ടി വരുന്നത്. ഇതാണ് ഇസ്ലാമിലെ സമത്വം, ഇതാണ് ഇസ്ലാമിലെ സാഹോദര്യം. ഈ മതത്തിന് എന്ത് തീവ്രവാദം പറയാൻ, ഈ മതത്തിന് എന്ത് ഭീകരവാദം പറയാൻ, ഈ മതത്തിന്റെ പേരിൽ എങ്ങനെ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്താൻ കഴിയും? പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ അത് മുഴുവനും മുസ്ലിം ഉമ്മത്തിന്റെ മേൽ വെച്ച് കെട്ടിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ പ്രവണതക്കെതിരെ വളരെ ശക്തമായി നമ്മൾ രംഗത്ത് വരണം. നമ്മൾ ആരാണ്? നമ്മൾ പറയണം ജനങ്ങളോട്, ലോകത്തോട് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും വിമുഖരായി തലകുറിച്ച് നടക്കുന്നവരല്ല നമ്മൾ. നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ ജീവിക്കേണ്ടവരാണ്. അതറിയാം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക്, അതറിയാം ഇവിടുത്തെ ഹൈന്ദവർക്ക്, അതറിയാം ഇവിടുത്തെ ക്രൈസ്തവർക്ക്, അതറിയാം ഇവിടുത്തെ നല്ല മനുഷ്യർക്ക്. സംശയമുണ്ടോ? നമുക്കറിയാം കേരളത്തിന്റെ മണ്ണിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോ എന്റെ അപ്പുറത്ത് ശാന്തശേഷിയുണ്ട്, പ്രഭാകരനേട്ടനുണ്ട്, സുരേഷ് അണ്ണനുണ്ട്, എന്റെ അയൽവാസിയാണ്. ഞാൻ ഭീകരവാദിയാണെന്ന് ഇന്ന് വരെ എന്റെ അയൽവക്കത്ത് താമസിക്കുന്നവർക്ക് തോന്നിയിട്ടില്ല. അവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്റെ പെരുമാറ്റം കൊണ്ട്, എന്റെ ഇടപെടൽ കൊണ്ട്, എന്റെ ജീവിതത്തിന്റെ ആ നന്മ കൊണ്ട് ഒരിക്കലും അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അവരുടെ മനസ്സിൽ പോലും
നിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന മുസ്ലിം ഉൾക്കൊള്ളുന്ന ആദർശം തീവ്രവാദത്തിന്റേതാണ്, ഭീകരതയുടേതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള വളരെ ശക്തമായ പ്രചാര വേലകൾ മീഡിയകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കൃത്യമായി ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടി വരുന്നത്, ഇവിടെയാണ് ദീനിനെ കുറിച്ച് പറയേണ്ടി വരുന്നത്, ഇവിടെയാണ് നന്മയെ കുറിച്ച് പറയേണ്ടി വരുന്നത്, ഇവിടെയാണ് മുസ്ലിം ഉമ്മത്തിനെ പ്രകോപിപ്പിച്ച് തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഗൂഢ അജണ്ടകളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ചില ആളുകൾ കാര്യമറിയാതെ ചാടിക്കേറും, അജണ്ടകൾ മനസ്സിലാക്കാതെ തെരുവിലിറങ്ങും. അല്ലേ? മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുകയാണല്ലോ, പ്രയാസപ്പെടുത്തപ്പെടുകയാണല്ലോ. മുസ്ലിം ഉമ്മത്ത് ഇതാ ഒരു തരത്തിലും അസ്തിത്വമില്ലാത്തവരായി മാറുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ ചാവേറാകാം, ഞാൻ ഭീകരവാദിയാകാം, ഞാൻ പൊട്ടിത്തെറിക്കാം എന്ന് തീരുമാനിക്കുന്ന മടയൻ അവനുണ്ടോ? കഥയറിയുന്നു. അവൻ വെറും മണ്ടനാണ്, ഭീരുവാൻ. ആയുധം കയ്യിലെടുത്തവൻ, ആയുധം അവകാശമില്ലാതെ കയ്യിലെടുത്തവൻ ഭീരുവാൻ, പേടിത്തൊണ്ടനാണ്. അവകാശമില്ലാതെ ആയുധം കയ്യിലെടുക്കാൻ പാടില്ല. ആയുധം കയ്യിലെടുക്കാം ആർക്ക്? ആർമിക്ക്. പട്ടാളക്കാരൻ ആയുധം എടുക്കാം, നിയമപാലകൻ ആയുധം എടുക്കാം. ഞാൻ സിവിലിയനാണ്, എനിക്ക് ആയുധം എടുക്കാൻ അവകാശമില്ല. എന്റെ ജീവിതത്തിൽ ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്തു. ഇവിടെ ഒരു സ്പീസി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, എടുത്തടിച്ചു, അവന്റെ തലപൊട്ടിയവൻ ചത്തു. അത് കേസല്ല. എന്നെ കുത്താനെടുത്ത് ഓടി വന്നു, അവന്റെ കയ്യിൽ വലിയൊരു വടിവാളുണ്ട്, ഞാൻ മൈക്ക് സ്റ്റാൻഡ് എടുത്തൊന്ന് പൊട്ടിച്ചു, അവൻ വീണു ചത്തു. എങ്കിൽ അത് കൊലപാതകത്തിന് കേസെടുക്കാവുന്ന വകുപ്പല്ല. നേരെ മറിച്ച് ഞാൻ വിചാരിക്കാം, ഞാൻ പോകുമ്പോൾ വഴിയിൽ ഒരാൾ കാത്തു നിൽപ്പുണ്ടാവും എന്നെ തല്ലാൻ, അവന്റെ പള്ളക്ക് കയറ്റാൻ ഒരു കത്തി എന്റെ അരയിൽ വേണം എന്ന് ചിന്തിച്ചാൽ അന്ന് ഞാൻ ഭീരുവായി, അന്ന് ഞാൻ നിയമം ലംഘിച്ചവനായി, സംശയമില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ നിയമപാലകന്മാർ പോലും, നിയമപാലകന്മാരല്ല, ഭരണാധികാരികൾ പോലും എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെടുമ്പോൾ കയ്യിലുള്ളത് വെടിയുണ്ടതും തോക്കും കടാരിയൊക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഭയങ്കര സ്റ്റാറ്റസായി വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. സൈക്കിൾ ചെയിനുമായി നടക്കുന്നവൻ ലോകത്തെ ഏറ്റവും വലിയ ഭീരുവാൻ. വടിവാളുമായി നടക്കുന്നവൻ ലോകത്തെ ഏറ്റവും വലിയ ഭീരുവാൻ. നിക്കറിട്ട് തെരുവിൽ കുറുവടി ചുഴറ്റി കാണിക്കുന്നവൻ ലോകം കണ്ട ഭീരുവാൻ, സംശയമില്ല. അവനെ തോപ്പിക്കാൻ ബൂട്ടിട്ട കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടിയിട്ട് അതിനേക്കാൾ ഉശിരോടെ പവർ കാണിക്കുന്നവൻ ഭീരുവാൻ, സംശയമില്ല. അതൊരു മനഃശാസ്ത്രമാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിച്ച വലിയൊരു ഭീരുണ്ട്, നമുക്കറിയുന്ന ഭീരു, പേടിത്തൊണ്ടൻ. അയാളുടെ പേരെന്താണെന്നറിയോ? വീരപ്പൻ എന്നാണ്. സത്യമംഗലം കാടുകളെ വിറപ്പിച്ച വീരപ്പൻ. ആ വീരപ്പൻ എന്ന് പറയുന്ന മനുഷ്യരെ കുറിച്ച് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ധൈര്യശാലിയാണ്. എത്ര പോലീസുകാരാണ് വെടിവെച്ചു കൊന്നത്? വലിയ വീരപ്പനല്ലേ അദ്ദേഹം, അല്ലേ? പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ സത്യമംഗലം കാടുകളിലൂടെ സാഹസികമായി സഞ്ചരിച്ച അദ്ദേഹവുമായി ഇന്റർവ്യൂ നടത്തിയ ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു, നക്കീരൻ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നക്കീരന്റെ അഭിമുഖം പത്രത്തിൽ വരുന്നത്. തോക്ക് പിടിച്ചു നിൽക്കുന്ന വീരപ്പൻ, ആ വീരപ്പന്റെ ചിത്രവുമായി ഒരു പേജ് നിറയെ ആ അഭിമുഖം, നക്കീരന്റെ അഭിമുഖം തമിഴ് പത്രത്തിൽ വന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അന്ന് നക്കീരൻ ഗോപാലൻ വീരപ്പനെ സത്യമംഗലം കാട്ടിന്റെ ഉള്ളിൽ പോയി കണ്ടിട്ട് വന്ന് പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? ഞാൻ കണ്ടു ലോകത്തെ ഏറ്റവും വലിയ പേടിത്തൊണ്ടനെ, ഞാൻ കണ്ട ഏറ്റവും വലിയ പേടിത്തൊണ്ടൻ. എയുടെ പേരാ വീരപ്പൻ. കാരണം എന്താ? ആളുകൾ ചോദിച്ചു, അങ്ങനെ പറയാൻ കാര്യം ഇത്രയും മനുഷ്യരെ കൊന്നില്ലേ, ഈ പോലീസുകാരെ മുഴുവൻ ഞെട്ടിച്ചില്ലേ, എന്നിട്ട് അയാളെങ്ങനെ ഭീരുവാണെന്ന് പറയാ? അപ്പോഴാ നക്കീരൻ പറഞ്ഞത്, ഒരു ഇല അനങ്ങിയാൽ മതി വീരപ്പൻ വെടിവെക്കും. ചിലപ്പോൾ അത് പോലീസാവും. ഒരു ഇല അനങ്ങി അപ്പൊ വീരപ്പൻ വെടിവെക്കും, പേടിച്ചിട്ട് വെടിവെക്കുക. ആ തോക്കിന്റെ ബലത്തിൽ അയാൾ അവിടെ അത്രയും കഴിഞ്ഞത്. ഈ രൂപത്തിൽ വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്കൊന്നും അങ്ങോട്ട് പോകാൻ കഴിയാതായി. കാര്യം മന്നോനെയൊക്കെ വെടിവെക്കാണ്, ഇയാൾക്കോ അസുഖം ബാധിച്ചിട്ട് അവിടെ പേടിച്ച് പറച്ച് കഴിയാണ്. വരുന്നവനൊക്കെ അങ്ങോട്ട് വെടിവെക്കാണ്. അതിന് വലിയ ചെലവുണ്ടോ? ഈ ഭീരുക്കളാണ് യഥാർത്ഥത്തിൽ തോക്ക് കയ്യിലെടുത്തവൻ, ആയുധം കയ്യിലെടുത്തവൻ ഭീരുവാണ്. പക്ഷെ മുസ്ലിം ഭീരുവല്ല. എന്തുകൊണ്ട് മുസ്ലിം ഭീരുവല്ല? എന്തുകൊണ്ട് മുസ്ലിം ഭീരുവല്ലാത്തത്? മരിക്കാൻ പേടിയില്ല, അതുകൊണ്ട് തന്നെ. മരിക്കാൻ മുസ്ലിമിന് പേടിയില്ല, അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിനെ ആരും വിറപ്പിക്കരുതെന്ന് പറയുന്നത്. ഞങ്ങൾ നേരെ പോയിട്ട് ആയുധമൊന്നും എടുക്കൂല, ഞങ്ങളെ കൊല്ലാൻ വരും, നിങ്ങളെ കൊന്നുകളെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരു സെക്കൻഡ് പോലും ഞങ്ങളുടെ ഹൃദയം വിറക്കൂല, ചകിതരാകൂല. ഞങ്ങൾ ഭീകരവാദിയായി, ഞങ്ങൾ തീവ്രവാദികളായി, ഞങ്ങൾ ബോംബ് നിർമ്മിച്ച്, ഞങ്ങൾ ആറ്റം ബോംബ് ഉണ്ടാക്കി ഞങ്ങളുടെ തലയിൽ ഇടുന്നതിനെ കുറിച്ച് ആലോചിക്കൂല.
കൊല്ലൂടാന്ന് പറഞ്ഞ ഒരുത്തരെ പേടിപ്പിക്കരുത്. മുസ്ലിം ഉമ്മത്തിന് അങ്ങനെ ഒരു പേടിയില്ല. പേടിയുണ്ടോ? അവന്റെ ഈമാൻ എന്തോ പ്രശ്നമുണ്ട്. അവന്റെ ഈമാൻ എന്തോ പ്രശ്നമുണ്ട്. ലോകത്ത് മരിക്കാൻ പേടിയുള്ളവൻ ജൂതനാ. മരിക്കാൻ പേടിയുള്ളവൻ ജൂതനാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ആ ജൂതനെ വെല്ലുവിളിച്ചത്. ജൂതനെ അല്ലാഹു വെല്ലുവിളിച്ചു. എന്തുകൊണ്ടാ വെല്ലുവിളിച്ചത്? വാടാ ഒന്ന് പോരടിക്കാന്ന് പറഞ്ഞിട്ടാ ആണോ? അല്ല, അത് വിളിച്ചിട്ടുണ്ട് ആരെ? അബൂജഹലിനെ. ഫൽയദ്ഉ നാദിയ സനദ്ഉ സബാനിയ, വിളിക്കടാ നിന്റെ പട്ടാളത്തെ, ഞാൻ എന്റെ സൈന്യത്തെ ഇറക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചിട്ടുണ്ട്. ആരെ? അബൂജഹലിനെ. പക്ഷെ ജൂതനെ വെല്ലുവിളിച്ചതോ വാടാ നീ പടപ്പുറപ്പാടിന് വാടാ എന്നാണോ? വരൂല്ല, ജൂതൻ വരൂല്ല, ജൂതൻ വരൂല്ല. അതുകൊണ്ട് ഖുർആൻ മറിച്ച് നോക്ക്, സൂറത്തുൽ ജുമുഅ. അല്ലാഹു ജൂതനെ വെല്ലുവിളിച്ചു. എങ്ങനെ വെല്ലുവിളിച്ചത്? ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹ് അന്നകും ഔലിയാഉ ലില്ലാഹ് ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ഓ ജൂത, ഓ യഹൂദി, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു, പറയ് നബിയേ, ഓ ജൂത, ഓ യഹൂദി, ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹ്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ അല്ലാഹുവിന്റെ മിത്രങ്ങളാണെന്നാണല്ലോ, അല്ലാഹുവിന് വേണ്ടപ്പെട്ടവരാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഫതമന്നവുൽ മൗത്ത്, മരിക്കാൻ തയ്യാറായിക്കോ. നിങ്ങൾ മരിക്കാൻ റെഡിയായിക്കോ. നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളല്ലേ, മരിച്ച സ്വർഗ്ഗമല്ലേ, പിന്നെന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, ദുനിയാവിൽ കിടന്ന് നരയിക്കുന്നത്? നിങ്ങൾ മരിച്ച അപ്പം തന്നെ സ്വർഗത്തിലല്ലേ, അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവരല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ഫതമന്നവുൽ മൗത്ത്, മരിക്കടാ നീ, പോയി മരിക്കാൻ നീ റെഡിയായി. നിങ്ങളാണ് ചെയ്ത് കേട്ടപ്പോ ജൂതന്മാരൊക്കെ കൂടെ മരിക്കാൻ റെഡിയായോ? ഇല്ല. ഖുർആൻ അതിന് മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലും അവനത് കൊതിക്കൂല, മരിക്കാൻ അവൻ കൊതിക്കൂല. ജൂതന് മരിക്കാൻ പേടിയാണ്, ജൂതന് മരിക്കാൻ പേടിയാണ്. ഖുർആൻ പറയാണ് ജൂതന് മരണം പേടിയാണ്. അവൻ പറയുന്നു 1000 കൊല്ലം ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, 1000 കൊല്ലം ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. എന്നാൽ മുസ്ലിമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മുസ്ലിമിന്റെ പ്രത്യേകത ദാ ഇതിനടിയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നവരാ. ദാ ഇതിന്റെ അടിയിൽ ജീവിക്കണം. എവിടെ? ഈ മണ്ണിനടിയിൽ ജീവിക്കണം. എങ്ങനെ? സുഖമായിട്ട് ജീവിക്കണം. ദുനിയാവിൽ ബെൻസുകാറും അതുപോലെ തന്നെ വമ്പൻ ബിൽഡിങ്ങുകളും നിർമ്മിച്ച് ദുനിയാവിൽ സുഖിക്കണം എന്നല്ല, ദാ ഈ മണ്ണിനടിയിൽ സുഖകരമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ മുസ്ലിം. മരണം കാണുന്നവനാ മുസ്ലിം. മരിക്കാൻ ആഗ്രഹിക്കുന്നവനാ മുസ്ലിം. മരിക്കുമ്പോൾ സ്വാലിഹായിരിക്കണം, മുസ്ലിം ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നവനാ മുസ്ലിം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ചകിത മനസ്സുണ്ടാവൂല, പേടി വ്രണതമായ പേടിയുടെ മനസ്സുണ്ടാവൂല. നേരെ മറിച്ച് അവർ സമചിത്തതയോടെ കാര്യങ്ങളെ കാണും. ഏത് സമരമുഖത്തിനും ഏതൊരു രംഗത്തും അവർ മുന്നിലുണ്ടാകും. പക്ഷേ അവർ അനീതി ചെയ്യൂല. ആ കരുത്ത് ഒരു തോന്നിവാസത്തിന്റെ അക്രമത്തിന്റെ വഴിയിലേക്ക് അവർ തിരിച്ചുവിടൂല. നീതിയുടെ, നന്മയുടെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ വറാബിത്തു എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ധർമ്മസരണിയിൽ അവൻ ഉറച്ചു നിൽക്കും, ചകിതനായി ഓടിപ്പോകില്ല. നേരെ മറിച്ച് ആ രൂപത്തിൽ ഉറച്ചു നിൽക്കുന്നത് അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിൽ തവക്കുലാക്കിയ മനസ്സ് സലഫികൾക്കും ആ മനസ്സ് മാത്രമേ ഉള്ളൂ. സലഫികൾക്കും ആ മനസ്സ് മാത്രമേ ഉള്ളൂ. 1000 പ്രതിസന്ധികൾ സലഫികളുടെ മുന്നിൽ വന്നാലും സലഫികൾ ചകിതരാകൂല. നേരെ മറിച്ച് അവിടെയും തവക്കുലിന്റെ മനസ്സുണ്ടാകും, അള്ളാഹുവിൽ തവക്കുലാക്കിയ മനസ്സ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ, തീയുടെ മുന്നിൽ നിൽക്കുമ്പോ എന്താണ് ഇബ്രാഹിം നബി ചെയ്ത തെറ്റ്? ഒന്നുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തൗഹീദ് എന്ന കിതാബ് പഠിപ്പിച്ചപ്പോ, തൗഹീദ് എന്ന കിതാബ് കൊണ്ടുവന്നപ്പോ ചിലർക്ക് പിടിക്കാത്തതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ തൗഹീദിന്റെ പുസ്തകം അദ്ദേഹം തുറന്നു വെച്ചു. അപ്പോ ബഹളുണ്ടായി. അന്ന് മാർച്ച് നടന്നു ഇബ്രാഹിം നബിക്കെതിരെ. കരിക്കടാവനെ, കത്തിക്കട, പുറത്താക്കട എന്ന മുദ്രാവാക്യവുമായി അന്ന് മാർച്ച് നടത്തിയ ചില ആളുകൾ. ആ മാർച്ച് നടന്നു എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി കത്തിക്കാൻ തീക്കുണ്ടാരം ഒരുക്കി. കൈകാലുകൾ ബന്ധിച്ച് ഇബ്രാഹിം നബിയെ ആ തീക്കുണ്ടാരത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. എല്ലാവരും ഇബ്രാഹിം നബിയുടെ മുഖത്തേക്ക് നോക്കി. ഇബ്രാഹിം ഇതോടെ തീരും, ഇബ്രാഹിമിന്റെ കഥ ഇതോടെ അവസാനിക്കും, ഇബ്രാഹിമിന്റെ ചരിത്രം ഇവിടെ തീരും, ഇബ്രാഹിം ഇതാ തകർന്നു വീഴുകയാണ്, ഇബ്രാഹിമിന്റെ കഥ തീരുകയാണ് എന്ന് വിചാരിച്ച് ഇബ്രാഹിം നബിയുടെ മുഖത്തേക്ക് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ, ആ തീക്കുണ്ടാരത്തിലേക്ക് എയ്തു വിടുമ്പോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു ഉറക്കെ, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി. സലഫികൾ പറഞ്ഞു ഇപ്പോഴും എപ്പോഴും ഹസ്ബി അല്ലാഹ്,
ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങൾക്ക് അല്ല മതി. ആ തൗഹീദ് മതി ഞങ്ങൾക്ക് വിജയിക്കാൻ, ആ തൗഹീദ് മതി ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ, ആ തൗഹീദ് മതി ഞങ്ങൾക്ക് ആർജവത്തോടെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ. ആ തൗഹീദുമായിട്ടാണ് വെള്ളക്കാരെ ഞങ്ങൾ നേരിട്ടത്, ആ തൗഹീദുമായിട്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ പണിയെടുത്തത്, ആ തൗഹീദുമായി കൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നത്, ആ തൗഹീദുമായി കൊണ്ടാണ് അയൽവാസികളായ മുസ്ലിങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചത്, ആ തൗഹീദുമായി കൊണ്ടാണ് ഈ നാട്ടിലെ ബഹുജനങ്ങളെ ഞങ്ങൾ ഉൾക്കൊണ്ടത്, ആ തൗഹീദുമായി കൊണ്ടാണ് പാവപ്പെട്ടവനെ താണിയായി ഞങ്ങൾ മാറിയത്, ആ തൗഹീദുമായി കൊണ്ടാണ് ആതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങിയത്, ആ തൗഹീദുമായി കൊണ്ടാണ് ഞങ്ങളുടെ രാജ്യസ്നേഹികളായ മുൻഗാമികൾ ജീവിച്ചു പോയത്. ആ തൗഹീദ് മതി ഞങ്ങൾക്ക്, വേറൊന്നും വേണ്ട. ആ സുന്നത്ത് മതി ഞങ്ങൾക്ക്, വേറൊന്നും വേണ്ട. ആ തൗഹീദും സുന്നത്തും സ്വീകരിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ഭീകരവാദികളാണ് എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും തള്ളിപ്പറയണം ഞങ്ങളെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഖുർആനെ ഞങ്ങൾ വലിച്ചെറിയണമെന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ തൽക്കാലം നിങ്ങൾ ക്ഷമിക്കുക. പ്രവാചകന്റെ സ്വഹാബത്തിന്റെ സച്ചരിതമായ മാർഗത്തെ ഞങ്ങൾ പുറകോട്ട് വലിച്ചെറിയണമെന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഒരിക്കലും ഒരു മുസ്ലിമും അതിന് തയ്യാറാകില്ല. ഞങ്ങളുടെ ചങ്കില് അവസാന ചോരയും പറ്റിയാലും ഞങ്ങൾ പറയും ഷഹാദത്തിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പറഞ്ഞ പ്രഖ്യാപനത്തിന്റെ പേരിൽ ഞങ്ങൾ തീവ്രവാദികളാക്കിയിട്ട് കഴുമരത്തിൽ കയറേണ്ടി വന്നാൽ ആ ഷഹാദത്തിന്റെ വചനം ഉച്ചരിച്ചതിന്റെ പേരിൽ, ആ പ്രവാചകന്റെ മാർഗത്തെ അനുധാവനം ചെയ്തതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് ഉദ്ഘോഷിച്ചതിന്റെ പേരിൽ ഞങ്ങളെ കഴുമരത്തിലേക്ക് കയറ്റിയാൽ ആ കഴുമരത്തിൽ സ്വർഗം കാണും. ഞങ്ങള് ഉറക്കെ ഞങ്ങൾ പാടും, മഹാനായ ഹുബൈബ് പാടിയതുപോലെ വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ فذلك في ذات الإله وإن يشأ يبارك على أوصال شلب ممزعي. മരിക്കുന്നത് മുസ്ലിമായിട്ടാടാ. ഞങ്ങളുടെ കൈകൾ നിങ്ങൾ കറുത്തു കൊണ്ടുപോകാൻ കഴിയും, ഞങ്ങളുടെ നെഞ്ചകത്തേക്ക് നിങ്ങൾക്ക് വെടി ഉതിർത്താൻ കഴിയും, ഞങ്ങളുടെ നാവ് നിങ്ങൾക്ക് എറിഞ്ഞെടുക്കാൻ കഴിയും, ഞങ്ങളുടെ കൈകാലുകൾ നിങ്ങൾക്ക് വെട്ടിക്കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിങ്ങൾ വെട്ടിയെടുക്കുമ്പോഴും മുസ്ലിമായി പോയതിൽ, സലഫിയായി പോയതിൽ, അല്ലാഹുവിന്റെ ദീൻ പുൽകിയതിൽ ഒരൽപ്പം പോലും വിഷമം ഞങ്ങൾക്ക് തോന്നൂല. നേരെ മറിച്ച് ഞങ്ങൾ സന്തോഷിക്കും. കാരണം ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുന്ന ഓരോ അവയവത്തിനും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് വിശ്വസിക്കും ഞങ്ങൾ. അതാണ് സലഫിയത്ത്, അതാണ് സലഫികളുടെ സരണി. അല്ലാതെ തീവ്രവാദത്തിന്റെ വഴി തേടി പോവല്ല, തേടി പോയിട്ടില്ല ഞങ്ങളുടെ മുൻഗാമികൾ. ഭീകരതയുടെ വഴി തേടി പോവുകയല്ല, തേടി പോയിട്ടില്ല ഞങ്ങളുടെ മുൻഗാമികൾ. നേരെ മറിച്ച് നന്മയുടെ മാർഗത്തിലാ ഉറച്ചു നിന്നത്. അതുകൊണ്ടാ ഇന്ത്യക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോ സലഫി രംഗത്ത് നിന്നത്. ഇന്ന് ചില ആളുകളുണ്ടല്ലോ, ചില ആളുകള് പലരും കിട്ടിയ അവസരം മുതലാക്കിയിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആരാണ് എന്താണ് സംഘടന എന്നൊന്നും പറഞ്ഞിട്ട് വിഷമിപ്പിക്കുന്നില്ല, അങ്ങനൊന്നും പറയണ്ടല്ലോ അല്ലെ. ചില ആളുകളുണ്ട്, എല്ലാവരും അങ്ങനെയാണൊന്നുമല്ല. ആ സംവിധാനത്തിൽ എല്ലാം 1, 2, 3, 4 അങ്ങനെ ഉണ്ടാവുമല്ലോ. 1, 2, 3, 4 അജാതി ആളുകൾ അവരിങ്ങനെ തുടർ ലേഖനം എഴുതുകയാണ്. സലഫിയത്ത് ഭീകരതയാകുന്നു, സലഫിയത്ത് തീവ്രവാദമാകുന്നു, അവിടെ ജാറം പൊളിച്ചത് സലഫികളാണ്. ജാറം പൊളിച്ചത് ആരാന്ന് ചോദിച്ചാൽ ചരിത്രം എടുത്തു. ആദ്യമായിട്ട് ജാറം പൊളിച്ചത് ആരാ? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർഡർ പോയത് അലി ഇബ്നു അബീ ത്വാലിബിനോടാ അല്ലേ? മുസ്ലിം ആ ഹദീസ് ഉദ്ധരിക്കുന്നില്ലേ, സഹീഹ് മുസ്ലിം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തെളിവ് ഇങ്ങനെ എടുത്താൽ എന്നും എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഞാൻ എടുക്കണില്ല. ഇന്ന് എടുക്കണമെന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നു, പക്ഷെ എന്നാലും ഞാൻ എടുക്കുന്നില്ല. നമുക്ക് നോക്കാം എത്രയൊക്കെ ആകും, എങ്ങനെയൊക്കെ ആകും എന്നൊക്കെ നോക്കാലോ. ജാറം പൊളിച്ചത് ആരാ? നബിയാണ് പറഞ്ഞത്, അലി. മരുമകനെയാ വിളിച്ചത് അലി. അല്ലാ തദഅതിൻതാരൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശരിഫൻ ഇല്ലാ സബ്ബൈതഹു. ഉയർന്നു നിൽക്കുന്ന ഖബർ തട്ടിനിരപ്പാക്കാതെ വിടല്ല അലി. ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ തട്ടിനിരപ്പാക്കാതെ വിടല്ല അലി. ആ റസൂല് പഠിപ്പിച്ച തീം എഴുതി വെച്ചു ആര്? ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ സവാജിറിൽ എന്താ എഴുതി വെച്ചത്? വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മി ഖിബാബില്ലത്തി അലൽ ഖുബൂർ
ഇദ് ഹിയ അളറു മിൻ മസ്ജിദിൽ ളിറാർ. ആരായി പറഞ്ഞത്? വഹാബിയാണോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണോ? ഉസൈമീനാണോ? അതല്ല ഇബ്നു തൈമിയാണോ? അല്ല, നേരെ മറിച്ച് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹം എഴുതി വെച്ചത് വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹാ. ഹദ്മ എന്ന് പറഞ്ഞാൽ പൊളിക്കുക.